വാർത്തകൾ തുടരുന്നു. സിനിമാ തിയേറ്ററുകളിലെ അധിക ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി. തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കണമെന്നും അധിക നിരക്ക് തടയണം എന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 3 ആഴ്ചക്കകം വിഷയത്തിൽ സർക്കാർ മറുപടി നൽകണമെന്ന് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഷബിന സിയാദ് ചേരുന്നു. ഷബിന, ഏതൊക്കെ തിയേറ്ററുകളിലെ ടിക്കറ്റുകൾ ആയിരുന്നു ഹർജിയിലെ ആവശ്യം? അതായത് ഈ നമ്മുടെ മാളുകളിലൊക്കെയുള്ള വലിയ തുകയുള്ള ടിക്കറ്റുകളൊക്കെ ഏകീകരിക്കണമെന്ന ആവശ്യമാണോ ഉണ്ടായിരുന്നത്? ഇതേ തുടർന്ന് കോടതി എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? സനീഷ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. PVR ഇനോക്സ് ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലക്സുകൾ പൊതുസമൂഹത്തിന് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാൻ നിലവിൽ നിയമമുണ്ട്. സമാന വിഷയത്തിൽ മദ്രാസ്, തെലങ്കാന ഹൈക്കോടതികൾ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങൾ സിനിമാ ടിക്കറ്റ് നിരക്ക് നിയന്ത്രണം നടപ്പാക്കിയിട്ടുണ്ട് എന്നും പൊതുതാൽപര്യ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ കോട്ടയം തിരുവാർപ്പ് സ്വദേശിയായ മനു നായർ ജി ഇത്തരത്തിലൊരു ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ എതിർകക്ഷികളാക്കിയിട്ടുള്ളത് ഫിക്കി മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ, PVR ഇനോക്സ്, സിനി പോളിസ് തുടങ്ങിയവരാണ്. ഏതായാലും ഏകീകൃതമായ ഒരു സിനിമ ടിക്കറ്റ് നിരക്ക് വേണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ഇതിൽ സർക്കാരിനോട് മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചത്. നന്ദി ഷബിന. വിവരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഹർജിക്കാരൻ നടത്തിയിട്ടുള്ളത്. മൾട്ടിപ്ലക്സുകളിൽ അടക്കമുള്ള വലിയ ടിക്കറ്റ് നിരക്ക് താഴേക്ക് കൊണ്ടുവന്ന് ഏകീകരിക്കണം എന്ന ഹർജിയാണ് കോടതിയിലേക്ക് എത്തിയത്. കോടതി അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം എന്താണ് എന്നത് അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.